ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചികൻ രാശിക്കാരുടെ ഈ ആഴ്ചത്തെ വാരഫലം എങ്ങനെയുണ്ട് എന്നുള്ള റീഡിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഔദ്യോഗിക ജീവിതത്തിലായാലും വാണിജ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സ്വാതന്ത്ര്യത്തോടുകൂടി ആശയവിനിമയം നടത്തുവാനും അതിൽ പുരോഗതി ഉണ്ടാകുവാനുമുള്ള ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു മേഖല കരിയറിൽ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴുള്ളത്. ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സൂചനയും കാണുന്നുണ്ട്. പൊതുവെ വൃശ്ചികം രാശിക്കാർ അല്പം അന്തർമുഖത്വമുള്ളവരാണ്. പുറമേ ഒന്ന് അകമേ മറ്റൊന്ന് എന്ന തരത്തിലുള്ള ഒരു മുഖ ആവരണം അണിയുന്നവരാണിവർ. എപ്പോഴും മനസ്സിൽ സ്ട്രെസ് കൊണ്ട് നടക്കുന്നവരായിരിക്കും. ഇതിനെയെല്ലാം അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുക. എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തികളാണ് വൃശ്ചികൻ രാശിക്കാരായ നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുടുംബപരമായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ കരിയറോ പഠനമോ എന്തായാലും നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വേളയാണിത്. അതിനു വേണ്ട നടപടികൾ നിങ്ങൾ എടുക്കുക. ശമ്പള വർധനവോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റം, തൊഴിൽപരമോ ഗൃഹമാറ്റമോ ഒക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള സൂചനയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം വരുവാനുള്ള സാധ്യതയുമുണ്ട്. ധനസമ്പാദനത്തിനുള്ള ഉത്തമമായ ഒരു കാലമാണിത്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നോക്കിയും അവ പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾ ശ്രമിക്കുക. നവഗ്രഹങ്ങളിൽ ബുധഗ്രഹത്തിന് പ്രീതി വരുത്തുന്നത് ഇപ്പോൾ ഉത്തമമായി കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുവാനും ഇതുവഴി നിങ്ങൾക്ക് സഹായകമാകും. വാഹന സംബന്ധമായോ ഗൃഹത്തിനോ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. വസ്തു സംബന്ധമായ വിൽപ്പന നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അത് വാങ്ങുവാനായാലും ഇപ്പോൾ വിൽക്കുവാനായാലും വാങ്ങുവാനായാലും ഇപ്പോൾ ഉത്തമമായ ഒരു സമയമല്ല എന്ന സൂചന കൂടെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതിനാൽ എടുപിടി എന്ന തീരുമാനത്തിലെത്താതെ ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. അമ്മയ്ക്കോ തത്തുല്യമായവർക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുള്ളതിനാൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക. മുന്നോട്ടുള്ള യാത്രയിൽ ചില മാനസികമായ പിരിമുറുക്കങ്ങൾ കണ്ടെന്നു വരാം. തീരുമാനങ്ങൾ എടുക്കേണ്ട വേളകളിൽ അകാരണമായ ഒരു ഭയം നിങ്ങളെ പിടികൂടാം. അത് ചുറ്റുപാടുകളിൽ നിന്നുള്ളതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അപകർഷതാബോധമാണ് ഇതിനൊക്കെ കാരണം. അതിനെ മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, എനിക്കിനി അതിന് കഴിയുകയില്ല എന്ന ചിന്താഗതി നിങ്ങളിലുണ്ട്. വിക്ടിം മെൻറ്റാലിറ്റി പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് നീങ്ങുക. ഒരു ജീവിതചക്രം അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞു പോയ വേദനാജനകമായ ഒരു കാലഘട്ടം അത് കഴിഞ്ഞു ഒരു പുതിയ പാത തുറക്കുകയാണ്. കുടുംബപരമായ ചില വേർപിരിയലോ മാനസിക പിരിമുറുക്കങ്ങളോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ അവസാനമോ ഒക്കെ നടന്നിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു അറ്റ്മോസ്ഫിയറിലെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാനം വരുന്നതും ആയിരിക്കാം. എന്തായാലും ഒരു പുതിയ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. പ്യൂപ്പയുടെ അവസ്ഥയിൽ നിന്നും പുഴു ഒരു മനോഹരമായ ശലഭമായി മാറുന്നത് പോലെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കാലം നിങ്ങളെ കാത്തിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനാൽ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ മുന്നോട്ട് പോവുക. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. അടുത്ത റീഡിങ്ങിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.